അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദൈവമുണ്ടോ എന്ന് പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട്. ഇവിടെ ദൈവമുണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവായി ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഹൃദയമാണതിന് തെളിവ്. നിങ്ങൾ തന്നെയാണതിന് തെളിവ്. ഓരോ മനുഷ്യരുമാണതിന് തെളിവ്. ഓരോ കുട്ടികളുമാണതിന് തെളിവ്. ദൈവമുണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവ് എന്താ? ഒരു കുട്ടിയുടെ ഫിത്രത്തിൽ തന്നെ ദൈവമുണ്ട് എന്നതിന് തെളിവുകളുണ്ട്. നമ്മൾ നോക്കുക, ചെറിയ കുട്ടിയെ പിറകിൽ നിന്ന് കൈയടിച്ചു പോയാൽ ആ കുട്ടിക്കറിയാം ഈ ശബ്ദം തനിയെ ഉണ്ടാവുകയില്ല എന്ന ബോധം കുട്ടിക്ക് എവിടെ നിന്ന് കിട്ടി? ആര് പറഞ്ഞു കൊടുത്തു? ആര് പഠിപ്പിച്ചു? അത് ആ കുട്ടി ഓട്ടോമാറ്റിക്കലി തിരിഞ്ഞു നോക്കും. ചെറിയ കുട്ടികൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക, ആ കുട്ടി ഓട്ടോമാറ്റിക്കലി തിരിഞ്ഞു നോക്കും. ഇവിടെ അത് മാത്രമല്ല, ഒരു കുട്ടി ഒരല്പം വലുതാകുമ്പോൾ, അപ്പോൾ സംസാരിക്കാനൊക്കെ പ്രായമാകുമ്പോൾ നമ്മൾ പറയാം, കള്ളം പറയാൻ വേണ്ടി അവനോട് പറയാം, ഭയങ്കര പ്രയാസം അവനുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവൻ്റെ മുഖത്ത് ഫേസ് ടു ഫേസ് ഞാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അവൻ്റെ മുഖത്ത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ട്, എൻ്റെ ആരെങ്കിലും വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കടക്കാരനോ അല്ലെങ്കിൽ പൈസ കൊടുക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും ചോദിച്ചു സുഹൃത്തുക്കളാണ്, ഒരുപാട് അനാവശ്യമായി സംസാരിക്കുന്ന ആൾക്ക് വരുമ്പോൾ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഞാൻ വീട്ടിലില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ മുഖത്ത് ആ ഒരു പ്രയാസം പ്രകടമാകും. ആ കുട്ടിക്ക് പറയാൻ സാധ്യമല്ല, അത് അത്ര വിഷമം ആയിരിക്കും. എനിക്ക് പ്രയാസം വരും മുഖത്ത്. എവിടെ നിന്ന് കിട്ടി ആ കുട്ടിക്ക് ആ പ്രയാസം? അല്ലെങ്കിൽ എങ്ങനെയാണ് ആ കുട്ടിക്ക് പ്രയാസം ഉണ്ടാവും? ഒരു കളവ് പറയാനുള്ള പ്രയാസം എങ്ങനെ ആ കുട്ടിക്ക് ഉണ്ടായി? അതുമാത്രമല്ല, ഇപ്പോൾ നമ്മൾ പറയാം, നമ്മൾ വലിയ ആളുകളെ ബഹുമാനിക്കാൻ ആദരിക്കാനൊക്കെ പറഞ്ഞു കൊടുക്കും. പെട്ടെന്ന് കുട്ടിക്ക് മനസ്സിലാവും. ഒരു വലിയ ആളെ പോയിട്ട് ഒരു ചീത്ത വാക്ക് പറയാൻ നിങ്ങൾ അവരെ പഠിപ്പിക്കാൻ നോക്കുക, വെറുതെ ഒന്ന് പറഞ്ഞു നോക്കുക. ആ കുട്ടിക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാക്കാത് ആ ചീത്ത വാക്ക് പറയാൻ. അത് പാടില്ല, അവൻ തന്നെ പറയും പാടില്ല അതെന്ന് പറയും. കുട്ടികൾ, ഈ ചെറിയ കുട്ടിക്ക് എന്തുകൊണ്ടാണ് സത്യമെന്ത് അസത്യമെന്ത്, ഏത് കളവ്, ശബ്ദം എങ്ങനെ ഉണ്ടാകുന്നു എന്നെല്ലാം കുട്ടിക്ക് എങ്ങനെയാണ് അറിയുന്നത്? ചെറിയ കുട്ടിയാണൊന്നും പഠിച്ചിട്ടില്ല, പഠിപ്പിക്കപ്പെട്ടില്ല. അങ്ങനെ കുട്ടികൾക്ക് പോലും അറിയാം, കാരണം അവൻ്റെ ഹൃദയത്തിൽ അതുണ്ട്. ഓരോ കുട്ടികളുടെയും ഹൃദയത്തിൽ അതുണ്ട്. അതുകൊണ്ട് വലിയ ആളുകൾ പോലും, ചില വലിയ ആളുകൾ പോലും ഭയങ്കരമായ വിമർശനം ഉന്നയിക്കപ്പെടുന്ന സമയത്ത് പറയാറുണ്ട് എന്ത്? ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇക്കനാണെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എല്ലാം കാണുന്ന ഒരാളുണ്ട്, അദ്ദേഹം മുകളിലേക്ക് എൻ്റെ കൈ ചൂണ്ടിയത്, ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു പണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ദൈവമുണ്ട് എന്ന് മാത്രമല്ല, ദൈവം മുകളിലാണെന്നും കൂടി അദ്ദേഹത്തിന് അറിയാം. അതെങ്ങനെയാണ്? അത് ഓരോ ആളുകളുടെ ഫിത്രത്തിൽ, ഹൃദയത്തിൽ അത് അധിഷ്ഠിതമാണ്, ഫിറ്റാണത്. എല്ലാവർക്കും അറിയാം, ഓരോ മനുഷ്യനും അറിയാം. അപ്പോൾ ചില ആളുകൾ വിമർശകന്മാരായ ആളുകളിലെ മുസ്ലിം നാമധാരികളായ ആളുകൾ പോലും വിമർശിക്കുന്നില്ല ഇസ്ലാമിനെ. അത് ശരിയാണത്, വിമർശിക്കുന്നുണ്ട്. അത് അവരുടെ ഉള്ളിൽ അത് മറച്ചു വെച്ചുകൊണ്ട് അവർ പറയുക മാത്രമാണ്. അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ട് യഥാർത്ഥ സത്യം എന്താണെന്നുണ്ട്. അത് ഒരാളുടെ ഫിത്രത്താണത്. അതേപോലെ ഒരു കുട്ടിയോട് നിങ്ങൾ പറയുമ്പോൾ ചീത്ത പറയാൻ പറഞ്ഞാൽ കുട്ടിക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. അത് ഭയങ്കര പ്രയാസമായിട്ട് എന്നോട് ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ സ്ഥിരമായി കളവ് പറയുകയും മാതാവും പിതാവും കളവ് പറയുകയും ചെയ്യുകയും കളവ് മാത്രം പഠിപ്പിക്കുകയും കള്ളം മാത്രം പഠിപ്പിക്കുകയും കക്കാൻ പഠിപ്പിക്കുകയും അങ്ങനെയൊക്കെ ചെയ്താൽ കുട്ടി അങ്ങനെ ആകും. ശരിയാണ്. കുൽ മൗലൂദ് ന്യൂലദ് അൽ ഫിത്ര. ഓരോ കുട്ടിയും ജനിച്ചു വീഴുന്ന ശുദ്ധമായ പ്രകൃതിയിലാണ്. അവൻ്റെ മാതാപിതാക്കളാണ് അവനെ പല ഗോത്രവും പല മതവും പല ജാതിയും പല രീതിയിലും അങ്ങനെ വളർത്തിയെടുക്കുന്ന ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അതാണ് പ്രവാചകൻ പറഞ്ഞ എല്ലാ കുട്ടികളും ശുദ്ധമായ പ്രകൃതിയിലാണ് ജനിച്ചു വീഴുന്നത് ശരിക്കും. അതേപോലെ രണ്ട് കുട്ടികൾ, ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് കുട്ടികളുടെ വീട്ടിൽ, ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ 4 കുട്ടികളാണല്ലോ. അപ്പോൾ ഇവിടെ 2-3 കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ കുട്ടികൾ തമ്മിൽ അടികൂടുമ്പോൾ പരാതിയുമായി വരാറുണ്ട്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ മഴക്കാലം കൊണ്ട് പ്രത്യേകിച്ച് അവിടെ തള്ളിയിട്ടു, അല്ലെങ്കിൽ മയത്ത് എന്നെ വള്ളം തെറിപ്പിച്ചു, അല്ലെങ്കിൽ എൻ്റെ മയത്ത് തള്ളിയിട്ടു എന്നൊക്കെ പറഞ്ഞ് പരാതിയുമായി കുട്ടികൾ വരും. ഇപ്പോൾ വിദേശത്തിരിക്കുന്ന നമുക്ക് പോലും ആ പരാതികൾ വരും, ആ കുട്ടികളുടെ പരാതി പരസ്പരമുള്ള. പക്ഷേ ഇവിടെ ആ കുട്ടികൾ പരാതി പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? എത്രയോ കിലോമീറ്റർ ദൂരെ ഇരിക്കുന്ന എനിക്ക് പെട്ടെന്ന് പോയിട്ടൊരു തീരുമാനം പറയാൻ കഴിയില്ല. ഒരു നീതി, അവിടെ ആ കുട്ടി ആഗ്രഹിക്കുന്നത് ഒരു നീതി ഉണ്ടാക്കണം. അവിടെ ഒരു നീതിയുടെ ഭാഗത്ത് ഞാൻ അനീതിക്ക് അർഹനായിട്ടുണ്ട് എന്നാണ് ആ കുട്ടിയുടെ മനസ്സ് പറയുന്നത്. അതിന് അനീതി എനിക്കുണ്ടായിട്ടുണ്ട്, നീതി വേണം. അപ്പോൾ ആ നീതിബോധം എവിടെ നിന്ന് കിട്ടിയ ഒരു മനുഷ്യൻ? ഒരു കുട്ടിക്ക് എവിടെ നിന്നാണ് ഈ നീതിബോധം കിട്ടുക? അവൻ്റെ ഫിത്രത്തിൽ, അവൻ്റെ ഉള്ളിലുള്ളതാണത്, അവൻ്റെ ഹൃദയത്തിൽ അത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, അധ്യാപകന്മാർ സയൻസ് പഠിപ്പിക്കും, കെമിസ്ട്രി പഠിപ്പിക്കും, കണക്ക് പഠിപ്പിക്കും, അങ്ങനെ എല്ലാം പഠിപ്പിക്കും. പക്ഷെ നല്ല സ്വഭാവവും നല്ല ക്വാളിറ്റിയും, അസത്യമേത്, കളവ് പറയാൻ പാടില്ലേ, ഇതൊക്കെ ആര് പഠിപ്പിക്കും? ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലുണ്ടത്. അതുകൊണ്ടാണല്ലോ പലപ്പോഴും അനീതി നടക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ സമരങ്ങളും മുറവിളികളും നടത്താറുള്ളത്. എന്തുകൊണ്ടാണ്? നമുക്കറിയാം, നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ട് ഏതാണ് അനീതി ഏതാണ് നീതി എന്ന ഒരു ബോധം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഏതാണ് അതുപോലെ കളവ് പറയാൻ പാടില്ല, അസത്യം പറയാൻ പാടില്ല, സത്യം മാത്രം പറയണം, സത്യത്തിന് വേണ്ടി നിലകൊള്ളണം എന്നെല്ലാമുള്ള ബോധം മനുഷ്യൻ്റെ ഫിത്രത്തിൽ തന്നെ ഉണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് ദൈവമുണ്ട്, നമ്മുടെ പിന്നിലൊരു സൃഷ്ടാവുണ്ട് എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ പഠിക്കാനും ദൈവത്തെ പകർത്താനൊക്കെ നമുക്ക് സാധിക്കുമാറാകട്ടെ. കുട്ടികളൊക്കെ നമ്മൾ നിരീക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് അത്ഭുതപ്പെട്ടു പോകും. എങ്ങനെയാണ് കുട്ടി അങ്ങനെ പറയും? നോക്കും, കള്ളം പറയാൻ എങ്ങനെയാണ് അവൻ പ്രയാസപ്പെടുന്നത്, ഒരു ചീത്തവാക്ക് പറയാൻ അവൻ എങ്ങനെയാണ് പ്രയാസപ്പെടുന്നത്, എന്തുകൊണ്ടാണ് ആ പ്രയാസം അവൻ അനുഭവിക്കുന്നത്? അതൊക്കെ അവൻ്റെ ഹൃദയത്തിൽ സത്യസന്ധത ഉള്ളത് കൊണ്ടാണ്. അതുപോലെ അത് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് തന്നെ അങ്ങനെയാണ്. അങ്ങനെ നല്ല രീതിയിലാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്.
കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും പകർത്താനൊക്കെ നമുക്ക് സാധിക്കുമാറാകട്ടെ. സുദീർഘമായി ചിന്തിക്കാനൊക്കെ നമുക്ക് സാധിക്കട്ടെ. ഓരോ ജീവികളെ വെച്ച് പോലും നിങ്ങൾ ചിന്തിക്കുക. ഏകകോശ ജീവി, അമീബ മുതൽ ബഹുകോശ ജീവി, നീലത്തിമിംഗലമുള്ള സകല ജീവികളും, ഈ ജീവികളുടെ ഒക്കെ പിന്നാലെ നമ്മൾ അഗാധമായി അതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ പിന്നെ ഒരു സൃഷ്ടാവുണ്ട് എന്ന യാഥാർത്ഥ്യത്തേക്ക് അത് വിരൽ ചൂണ്ടും. അങ്ങനെ സൂര്യനെക്കുറിച്ചോ നക്ഷത്രത്തെക്കുറിച്ചോ ചന്ദ്രങ്ങളെക്കുറിച്ചോ ഗാലക്സികളെക്കുറിച്ചോ നക്ഷത്രാദികളെക്കുറിച്ചോ മരുഭൂമിയിൽ ഉള്ള മണൽത്തരികളെക്കാൾ നക്ഷത്രങ്ങളുണ്ട് ആകാശത്തെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നെ ഒരു സൃഷ്ടാവില്ലെങ്കിൽ, ഇതൊക്കെ തനിയെ ഉണ്ടായതാണെങ്കിൽ, ഇവർ വാദിക്കുന്ന പോലെ തനിയെ എന്തായിരിക്കും അവസ്ഥ? അതുപോലെ രാവും പകലും മാറി മാറി വരുന്നത് നിങ്ങൾ നോക്കൂ, മഴക്കാലം വേനൽക്കാലം വരുന്നത് നോക്കൂ. അതേപോലെ ഒരല്പം സൂര്യൻ അടുത്തോ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? സൂര്യൻ അല്പം അകലെ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ശാസ്ത്രീയമായ ഒരുപാട് പഠനങ്ങളുണ്ട്, ചിന്തിച്ച് നോക്കുക, പഠിച്ചു നോക്കുക. എല്ലാം ഈ കാലാവസ്ഥ മാറി വരുന്നതും രാവും പകലും മാറി വരുന്നതും എല്ലാം അതൊക്കെ വെച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. നിങ്ങളുടെ ബുദ്ധി തന്നെ പറയും ഇതിൻ്റെ പിന്നെ ഒരു സൃഷ്ടാവുണ്ട്, ദൈവമുണ്ട് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങളെ വിരൽ ചൂണ്ടും. സത്യസന്ധമായി കാര്യങ്ങൾ പഠിക്കാനും പകർത്താനൊക്കെ നമുക്ക് സാധിക്കുമാറാകട്ടെ. സത്യം ഉറക്കെ വിളിച്ചു പറയാനും അത് സ്വീകരിക്കാനുള്ള മനസ്സൊക്കെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ.